ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം എന്നാൽ എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. എന്താണ് ആർത്രൈറ്റിസ് എന്നാൽ? ശരീരത്തിലെ ഒന്നോ അതിലധികമോ സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് ആർത്രൈറ്റിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആർത്രൈറ്റിസ് സംബന്ധമായി നിരന്തരം കേട്ടുവരുന്ന ഒരു സംശയമാണ്, സന്ധികളിൽ വരുന്ന എല്ലാ നീർക്കെട്ടും വേദനയും തേയ്മാനം കാരണമാണോ? എന്നാൽ അല്ല. ആർത്രൈറ്റിസ് വ്യത്യസ്ത തരത്തിലാണ് കാണപ്പെടുന്നത്. ഇതിൽ ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്ന ഒന്നാണ് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. അതുകൂടാതെ അമിതമായിട്ടുള്ള ശരീരഭാരം, പുകവലി, മദ്യപാനം, പോഷകക്കുറവ് എന്നിവയെല്ലാം ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കാരണങ്ങളാകുന്നു. പടികൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഉണ്ടാകുന്ന മുട്ടുവേദന, കൂടുതൽ സമയം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന നടുവേദന, കൂടുതൽ സമയം ലാപ്ടോപ്സ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കഴുത്തുവേദന എന്നിവയെല്ലാം ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ അതുപോലെ തന്നെ കണ്ടുവരുന്ന മറ്റൊരു തരം ആർത്രൈറ്റിസ് ആണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ഇതിൽ ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്ന ഒന്നാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ശരീരത്തിലെ ചെറിയ സന്ധികളെയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. കൈകളിലെയും കാലുകളിലെയും ചെറിയ സന്ധികളിൽ ഉണ്ടാകുന്ന അസഹ്യമായിട്ടുള്ള വേദന, നീര്, പുകച്ചിൽ എന്നിവയെല്ലാം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ്. അതുകൂടാതെ തൊലിപ്പുറത്തുണ്ടാകുന്ന നിറവ്യത്യാസം, അമിതമായിട്ടുള്ള ക്ഷീണം, അനീമിയ, വെയിറ്റ് ലോസ് എന്നിവയെല്ലാം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ്. ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതൽ കാരണം ഉണ്ടാകുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് കാലുകളിലെ പെരുവിരലിനെയാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു തരം ആർത്രൈറ്റിസ് ആണ് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ സോറിയാസിസ്, SLE, ജോഗ്രൻസ് ഡിസീസ്, ഹെപ്പറ്റൈറ്റിസ് എന്നീ രോഗാവസ്ഥകളെല്ലാം അനുബന്ധമായിട്ട് ആർത്രൈറ്റിസ് കണ്ടുവരാറുണ്ട്. അതുപോലെ പൊതുവെ കേട്ടുവരുന്ന മറ്റൊരു സംശയമാണ്, എണ്ണയോ കുഴമ്പോ ഇട്ടാൽ മാറുന്ന ഒന്നാണോ ആർത്രൈറ്റിസ് എന്നുള്ളത്. എന്നാൽ വ്യത്യസ്ത തരത്തിൽ സന്ധിവാതം കാണപ്പെടുന്നതുകൊണ്ട് തന്നെ കൃത്യമായി രോഗനിർണയം നടത്തി വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ സ്വീകരിക്കുക.